ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ശത്രുക്കളെ കീഴടക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 11-12 വാക്യങ്ങൾ. മോശെ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിച്ചു, അവൻ കൈ താഴ്ത്തിയപ്പോൾ അമാലേക്യർ ജയിച്ചു. എന്നാൽ മോശയുടെ കൈകൾ ഭാരമായി. ആത്മീയ ഇസ്രായേൽ എന്ന നിലയിൽ സാത്താനെ ജയിച്ച് വിജയത്തിൽ നടക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് ആ വിജയം നൽകും. ഇസ്രായേൽ മക്കൾ കാനാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ അമാലേക്യർ അവർക്കെതിരെ വന്നു. യോശുവ പടയാളികളെ യുദ്ധത്തിലേക്ക് നയിച്ചു. അതേസമയം മോശ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കുന്നിൻ മുകളിൽ കയറി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. മോശയുടെ കൈകൾ ഉയർന്നപ്പോഴെല്ലാം ഇസ്രായേൽ മക്കൾ ജയിച്ചു. എന്നാൽ അവന്റെ കൈകൾ ക്ഷീണിച്ച് താഴ്ത്തിയപ്പോൾ അമാലേക്യർ മുൻതൂക്കം ലഭിച്ചു. നിർത്തി ചിന്തിക്കുക. വിജയത്തിന്റെ രഹസ്യം യുദ്ധകളത്തിലെ യോദ്ധാക്കളുടെ കൈകളിൽ മാത്രമല്ല, ദൈവം മുൻപാകെ പ്രാർത്ഥനയിൽ ഉയർത്തിയ കൈകളിലുമായിരുന്നു. അതുപോലെ ഒരു കുടുംബത്തിന്റെ അനുഗ്രഹം പലപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുകയും ഭാരമുള്ള ഹൃദയങ്ങളുമായി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു. ഈ സത്യം നാം ഒരിക്കലും മറക്കരുത്. ഇസ്രായേൽ അമാലേക്യനോട് പോരാടിയതുപോലെ നാമും ഒരു യുദ്ധത്തിലാണ്. മാംസത്തിനും രക്തത്തിനുമെതിരെയല്ല, മറിച്ച് വാഴ്ചകൾക്കും ശക്തികൾക്കും അന്ധകാരത്തിന്റെ ആത്മീയ ലോകാധിപതികൾക്കുമെതിരെ. ഇത് എഫേസ്യർ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ യുദ്ധത്തിൽ നാം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ, ബന്ധുക്കൾ, ദേവദാസന്മാർ, നമ്മുടെ ജനത എന്നിവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ കൈകൾ എപ്പോഴും ദൈവം മുൻപാകെ ഉയർത്തി പ്രാർത്ഥനയിൽ പരസ്പരം പിന്തുണയ്ക്കണം. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത് പോലെ പരസ്പരം ഭാരങ്ങൾ വഹിക്കുക, അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം നിറവേറ്റുക. ഇത് ഗലാത്യർ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. മോശ ക്ഷീണിതനായപ്പോൾ അവന് ഒറ്റയ്ക്ക് കൈകൾ ഉയർത്താൻ കഴിഞ്ഞില്ല. അഹരോനും ഹൂരും അവന്റെ അരികിൽ നിന്നുകൊണ്ട് അവന്റെ കൈകൾ താങ്ങി. പരസ്പരം ഭാരം വഹിക്കുക മാത്രമല്ല, ബലഹീനരെ അവരുടെ ബലഹീനതയിൽ താങ്ങുകയും വേണം എന്ന് ഇത് നമ്മെ കാണിക്കുന്നു. അതുകൊണ്ട് ശക്തരായ നാം നമ്മെ തന്നെ പ്രസാദിപ്പിക്കാതെ ബലഹീനരുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കണമെന്ന് റോമർ 15-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ കൈകൾ കർത്താവിലേക്ക് ഉയർത്തുമ്പോഴെല്ലാം ഇത് ഓർക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലുണ്ട്, നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ബലഹീന നിമിഷങ്ങളിൽ അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 18-ാം അധ്യായം 35-ാം വാക്യം. നിന്റെ രക്ഷയെന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 14-15 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 22-ാം അധ്യായം 21 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.